ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട 4 മണി പലഹാരമായിട്ടുള്ള പരിപ്പ് വടയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കുറച്ച് കടലപ്പരിപ്പ് ഞാനിവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു 1.5 കൈയിലോളം കടലപ്പരിപ്പ് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം മാവ് കുഴയ്ക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ബാക്കിയുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 1.5 പിടിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര ഇടണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വറ്റൽമുളകാണ്. എരിവിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. ഞാൻ ഒരെണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞതാണ്, അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായമാണ്, അതും ഇട്ട് കൊടുക്കാം. പൊടി വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടി നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 2 ചെറിയുള്ളി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വറ്റൽമുളകാണ്, അത് പൊടിച്ചതെടുത്താണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുഴച്ച് കിട്ടണ ഈ ഒരു പാകത്തിന് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് 2 കൈപ്പത്തിയുടെയും ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എണ്ണയിലേക്ക്, തിളച്ച എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഉൾഭാഗം വേവുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് മൊരിച്ചെടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും എടുത്തെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂട് പരിപ്പോടെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.